2025 നടൻ മോഹൻലാൽ മികച്ചൊരു വർഷമായി മാറുകയാണ്. തുടർ പരാജയങ്ങൾക്ക് ശേഷം 2 ഗംഭീര വിജയങ്ങളിലൂടെ മോഹൻലാൽ ഈ വർഷം തിരിച്ചു വന്നിരിക്കുകയാണ്. തുടരും, എമ്പുരാൻ എന്നീ സിനിമകളാണ് ഈ വർഷം ഇതുവരെയായി ഇറങ്ങിയ മോഹൻലാൽ സിനിമകൾ. ഇപ്പോഴിതാ മോഹൻലാലിനെ തേടി മറ്റൊരു റെക്കോർഡ് കൂടി എത്തിയിരിക്കുകയാണ്. ഈ വർഷം ബോക്സ് ഓഫീസിൽ നിന്ന് 200 കോടി കടന്ന 5 സിനിമകളിൽ 2 എണ്ണം മോഹൻലാലിന്റെ പേരിലാണ്. നിലവിൽ 2ഉം 5ഉം സ്ഥാനങ്ങളിലാണ് മോഹൻലാൽ സിനിമകൾ ഉള്ളത്. വിക്കി കൗശൽ നായകനായി എത്തിയ ചാവയാണ് കളക്ഷനിൽ ഒന്നാമത് നിൽക്കുന്ന സിനിമ. വമ്പൻ പ്രതികരണങ്ങൾ നേടിയ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും വാരിക്കൂട്ടിയത് 766.50 കോടിയാണ്. ഛത്രപതി ശിവാജിയുടെ മകനും മറാത്ത രാജാവുമായിരുന്ന സാംഭാജിയുടെ ജീവിതത്തെ ആസ്പദമാക്കിയെടുത്ത ചിത്രം വലിയ ബഡ്ജറ്റിൽ ഒരുങ്ങിയതാണ്. രശ്മിക മന്ദാന, അക്ഷയ് ഖന്ന, അശുതോഷ് റാണ, ദിവ്യ ദത്ത, നീൽ ഫൂലാവം എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന വേഷങ്ങളിൽ എത്തുന്നത്. മോഹൻലാൽ ചിത്രം എമ്പുരാനാണ് രണ്ടാം സ്ഥാനത്ത്. 265 കോടിയാണ് എമ്പുരാന്റെ ആഗോള കളക്ഷൻ. 325 കോടിയാണ് ചിത്രം ആഗോള ബിസിനസ്സിലൂടെ നേടിയത്. മികച്ച പ്രതികരണം നേടിയ സിനിമയുടെ മേക്കിംഗ് നിരവധി കയ്യടിയാണ് ലഭിച്ചത്. പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത ചിത്രം മലയാളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ബജറ്റിലാണ് ഒരുക്കിയത്. വെങ്കിടേഷ് നായകനായി എത്തിയ തെലുങ്ക് ചിത്രം സംക്രാന്തി വാസ്തവനാം ആണ് ലിസ്റ്റിൽ 3-ാം സ്ഥാനത്തുള്ളത്. ജനുവരി 14 സംക്രാന്തി റിലീസായി തിയേറ്ററിലെത്തിയ സിനിമയ്ക്ക് വലിയ വരവേൽപ്പാണ് ലഭിച്ചത്. മികച്ച അഭിപ്രായം ലഭിച്ച സിനിമ ബോക്സ് ഓഫീസിലും വലിയ മുന്നേറ്റം നടത്തിയത്. ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം നടൻ വെങ്കിടേഷിന് ലഭിച്ച തിരിച്ചുവരവായിരുന്നു സംക്രാന്തി വാസ്തവനാം. അജിത്തിനെ നായകനാക്കി ആദിക് രവിചന്ദ്രൻ സംവിധാനം ചെയ്ത ഗുഡ് ബാഡ് അഗ്ലിയാണ് കളക്ഷനിൽ 4-ാം സ്ഥാനത്തുള്ളത്. 246 കോടിയാണ് ഗുഡ് ബാഡ് അഗ്ലിയുടെ ആഗോള കളക്ഷൻ. തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 100 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തിട്ടുണ്ട്. ഏപ്രിൽ 10-നാണ് ഗുഡ് ബാഡ് അഗ്ലി തിയേറ്ററിലെത്തിയത്. തരുൺ മൂർത്തി സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായി പുറത്തിറങ്ങിയ തുടരുമാണ് 5-ാം സ്ഥാനത്തുള്ള സിനിമ. ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് തുടരും 200 കോടി കടന്നിരിക്കുകയാണ്. ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ തന്നെയാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. ഇതോടെ 2 മാസത്തിനിടെ 200 കോടി ക്ലബിൽ പിടിക്കുന്ന രണ്ടാമത്തെ മോഹൻലാൽ ചിത്രമായി തുടരും. മോഹൻലാൽ നന്നായി അഭിനയിച്ചിട്ടുണ്ടെന്നും സിനിമയുടെ സെക്കൻഡ് ഹാഫ് നല്ല മാസ്സായിട്ടുണ്ടെന്നുമാണ് അഭിപ്രായങ്ങൾ. സിനിമയിലെ പ്രധാന വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ച പ്രകാശ് വർമ്മയുടെ പ്രകടനത്തിനും വലിയ സ്വീകാര്യത ലഭിക്കുന്നുണ്ട്.